ഇന്നൊരു ചിക്കൻ സമോസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മിനി സമോസയാണ്, അതായത് ചെറിയ സമോസകളാണ്. 1 ബൈറ്റ് സമോസ എന്നും ഇതിനെ പറയും. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സമോസയുടെ ആ ഒരു ക്രസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. കുറച്ച് കട്ടിയായിട്ട് തോന്നും, പക്ഷെ അതൊന്ന് നല്ലപോലെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അയച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിക്കോളും മാവ്. ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 2 പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ചെറിയ പച്ചമുളകാണ്. അത് ഒരു 2 മിനിറ്റ് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇത് 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതാ കണ്ട സവാളയൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വെച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 1.5 കപ്പ് ചിക്കനാണ്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് ഈ മസാലയിൽ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കനിലെ വെള്ളം കുറച്ച് ഇറങ്ങുമല്ലോ. അപ്പോൾ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒരു പീസ് മുറിച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് മുറിഞ്ഞും വന്നു. അതിനർത്ഥം ചിക്കൻ കുക്കായിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാവിനെ ഇനി ഓരോ ബോൾസ് ആക്കി എടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഓരോ ബോൾസ് എടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ ഒരു പലക എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഓരോ ബോൾസ് വെച്ച് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. വട്ടമല്ല, ഓവൽ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബോളിൽ നിന്ന് തന്നെ 2 സമൂസയ്ക്കുള്ള മാവ് കിട്ടും. അപ്പോൾ അതിൽ ഒരു പീസ് മാറ്റി വെക്കുക. അതിനുശേഷം 3 വശത്തും ഇങ്ങനെ വെള്ളം തേച്ച് കൊടുക്കുക. കുറച്ച് വെള്ളമാണത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ 2 അറ്റവും കൂടെ എടുത്ത് ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളം ഇങ്ങനെ തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് അത് ഒട്ടിയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും ഈ ഒരു സമൂസയിലേക്ക് തന്നെ. അത്ര ചെറുതാണ്. അതിനുശേഷം കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അവിടവും സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സമൂസ റെഡിയായി. ഇപ്പോൾ ഇതുപോലെ ബാക്കി റെഡിയാക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സമൂസ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഓരോ സമൂസ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സമൂസയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് വെന്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഇനി ഒന്നും വേവാനില്ല. അപ്പോൾ പുറമേ ഉള്ള ഈ ഒരു കോട്ടിങ്, ഒരു ക്രസ്റ്റ് മാത്രം ഒന്ന് നല്ല ക്രിസ്പായി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഇപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എണ്ണയിലിട്ടാൽ ഒരുപാട് കളർ മാറിപ്പോകും. പിന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് എണ്ണയൊന്നും കുടിക്കില്ല. പിന്നെ എക്സസ് ആയിട്ടുള്ള എണ്ണ പോകാൻ ഇങ്ങനെ കുറച്ച് നേരം മുകളിലൊന്ന് വെച്ചാൽ മതി. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ മിനി ചിക്കൻ സമോസാസ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സമോസയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിനി ചിക്കൻ സമോസാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.